ഹലോ ഫ്രണ്ട്സ്, സിമ്പിൾ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സിയിലെ ഒരു പ്രധാന ടോപ്പിക്കായ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സ്ഥാപകരും എന്നതിനെക്കുറിച്ചാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ കോഡിലൂടെ ഇത് പഠിക്കാം. ഇത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ കോഡൊന്നുമല്ല, ഞാൻ പഠിച്ച കോഡ് നിങ്ങളിലേക്കും ഇത് എത്തിക്കാമെന്ന് കരുതി. ബ്രാഹ്മണ പാർട്ടിക്ക് രസവട, ഇതിൽ പാർട്ടിയുടെ എ റിപ്പീറ്റ് ചെയ്യും, രസവടയിൽ നമ്മൾ എസ് റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾക്ക് കാണാം ഇവിടെ. അതിൽ ബ്രാഹ്മണ ബ്രഹ്മ സമാജം, അതുപോലെ തന്നെ പി പ്രാർത്ഥനാ സമാജം, എ ആര്യ സമാജം, എ വീണ്ടും അലിഗഡ് ആൻഡ് ആർ രാമകൃഷ്ണ മിഷൻ, ടി തിയോസഫിക്കൽ സൊസൈറ്റി, വൈ യങ് ബംഗാൾ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ രസവട അവിടെ ആർ രാജാറാം മോഹൻ റോയി, എ ആത്മാറാം പാണ്ഡുരംഗ്, എസ് സ്വാമി ദയാനന്ദ സരസ്വതി, എസ് എ സെയ്ദ് അഹമ്മദ് ഖാൻ, വി വിവേകാനന്ദ സ്വാമി, എ ആനി ബെസൻ, ഡി എ വിവിയൻ ഡെറോസിയോ. ഇനി നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബ്രഹ്മസമാജ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് യൂണിവേഴ്സിറ്റി സയ്യിദ് സെയ്ദ് അഹമ്മദ് ഖാൻ. രാമകൃഷ്ണ മിഷൻസിൻ്റെ സ്ഥാപകനാണ് സ്വാമി വിവേകാനന്ദൻ. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബെസൻറ്റും, യങ് ബംഗാൾ മൂവ്മെൻറ്റ് വിവിയൻ ഡെറോസിയോ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് എല്ലാ പി എസ് സി പഠിക്കുന്നവർക്കും അറിയാം. ആരാണ്? രാജാറാം മോഹൻ റോയി. അപ്പം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ഇദ്ദേഹം തന്നെയാണ് സതി നിരോധിക്കുന്നതിനെതിരെ ഇന്ത്യയിൽ ശക്തമായി പോരാടിയ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയി. വില്യം ബെൻഡിക് ആണ് സതി നിർത്തലാക്കിയത്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വ്യക്തി എന്ന് നമ്മൾ പറയുന്നത് രാജാറാം മോഹൻ റോയി ആണ്. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ച ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് രാജാറാം മോഹൻ റോയി. അതുപോലെ തന്നെ 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ കൃതിയാണ് തുഹ്ഫത്ത് ഉൽ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്നത് രാജാറാം മോഹൻ റോയിയുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്. അതുപോലെ തന്നെ മറ്റതാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് കേണൽ H.S. ഓൾക്കോട്ടും മാഡം ബ്ലൗഡ്സ്കിയും ചേർന്നിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബെസൻ്റാണ്. ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ് എന്ന കവിത എഴുതിയതാണ് വിവിയൻ ഡെറോസിയോ. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്ന ആഹ്വാനം ചെയ്ത സംഘടനയാണ് ആര്യ സമാജം. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്ന ആഹ്വാനം ചെയ്ത സംഘടനയാണ് ആര്യ സമാജം. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? ആര്യ സമാജം തന്നെയാണ് ഉത്തരം. ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായി ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന് സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞപ്പോൾ ഗീതയിലേക്ക് മടങ്ങിപ്പോവുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമമാണ് നരേന്ദ്രനാഥ് ദത്ത്. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ഗുരുവായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധൻ എന്നീ പത്രങ്ങൾ സ്വാമി വിവേകാനന്ദൻ്റേതാണ്. സ്വാമി വിവേകാനന്ദൻ്റെ പ്രശസ്തയായ ശിക്ഷയാണ് സിസ്റ്റർ നിവേദിത. ഇനി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സതി നിരോധിക്കാൻ രാജാറാം മോഹൻ റോയിയും ഹിന്ദു വിധവാ പുനർവിവാഹത്തിനായിട്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗറുമാണ് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു സംഘടനയാണ് ഹിതകാരണി സമാജം. 1905 വീരേശലിംഗ പന്തലുവാണ് ഹിതകാരണി സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വിധവകൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്കിത്
യൂസ്ഫുള്ളായി തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്